ഞാൻ ഈ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ട് 1 വീക്ക് കഴിയാണ്. അപ്പം ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതിൽ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ എനിക്ക് കൺസിസ്റ്റൻസി ഒട്ടും ഉണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ദിവസം പഠിക്കുകയാണെങ്കിൽ ഞാൻ കുറേ ദിവസം പഠിക്കില്ല. പിന്നെ മുമ്പൊക്കെ ആണെങ്കിൽ ഞാൻ അങ്ങനെ എപ്പോഴും പഠിക്കാത്തതുകൊണ്ട് ഇതേപോലെ എന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല അങ്ങനത്തേക്ക് ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു. എന്നാൽ ഇപ്പോഴാണെങ്കിൽ ഇപ്പം പറ്റാത്ത കാര്യമാണെങ്കിൽ പോലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, അങ്ങനെ ഒരു പോലും എനിക്കത് ഒരുപാട് ഹാപ്പിനെസ് തരുന്നുണ്ട്. അപ്പം അതെനിക്കൊരു വലിയ മാറ്റമായിട്ട് തോന്നി. പിന്നെ അതേപോലെ ഈ സാറ് പറഞ്ഞ പോലെയുള്ള റിവിഷൻ ടെക്നിക്ക്, എനിക്ക് തിയറി സബ്ജക്ട്സ് പഠിക്കാൻ ഇഷ്ടമല്ലാത്ത മെയിൻ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് റിവൈസ് ചെയ്യാൻ പ്രോപ്പറായിട്ട് അറിയൂല. അപ്പം അതുകൊണ്ട് തന്നെ സാറ് പറഞ്ഞ റിവിഷൻ ടെക്നിക്ക് പോലെ തന്നെ തലേ ദിവസം അത് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ അത് റിവൈസ് ചെയ്യുക. പിന്നെ അതിനുശേഷം അടുത്ത ദിവസം അത് ഞാൻ മുമ്പൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വായിച്ചു നോക്കിയാണ്, അതായത് ഇപ്പൊ തിയറി ആണെങ്കിൽ അത് ബുക്ക് തുറന്ന് ഇങ്ങനെ വായിക്കുകയാണ് ചെയ്യുക. അപ്പൊ അതല്ല കറക്റ്റ് റിവിഷൻ ടെക്നിക്ക് എന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ ചെയ്യണമെങ്കിൽ എക്സാം ഹാളിൽ പോകുമ്പോൾ അത് എഴുതുമ്പോൾ പകുതി നമുക്ക് ഓർമ്മ കാണുള്ളൂ. അപ്പം സാറ് പറഞ്ഞ പോലെ അത് പഠിക്കുന്ന സമയത്ത് പഠിച്ചു കഴിഞ്ഞ് ഉറങ്ങണതിന് മുന്നേ അത് റിവൈസ് ചെയ്ത് പിന്നെ അതിന് ശേഷം അടുത്ത ദിവസം ഒന്ന് ബുക്ക് അടച്ചു വെച്ചിട്ട് കാണാതെ പറഞ്ഞു നോക്കും. അല്ലെങ്കിൽ എന്നിട്ട് എനിക്ക് ഓർമ്മയില്ലെങ്കിൽ ജസ്റ്റ് ആദ്യം ഒന്ന് ഓട്ടിച്ച് വായിച്ചു നോക്കിയിട്ട് പിന്നെ അടച്ചു വെച്ചിട്ട് പറഞ്ഞു നോക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ടെസ്റ്റ് പേപ്പർ അങ്ങനെ എവിടെയെങ്കിലും എഴുതാൻ സ്കൂളിലോ ട്യൂഷനിലോ അങ്ങനെ എഴുതാനുണ്ടെങ്കിൽ അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ എനിക്ക് തിയറി സബ്ജക്ട്സ് ഏകദേശം പഠിക്കാൻ എനിക്ക് ഇത്തിരി ഇൻട്രസ്റ്റ് ഉണ്ട്. ഇപ്പം നമുക്ക് എന്നും അങ്ങനെ എഴുതി പഠിച്ച് അയക്കേണ്ടി വരുന്നതുകൊണ്ട് ഇപ്പം നമുക്ക് ഒരു ദിവസം ബുക്ക് എടുക്കാനൊന്നും തോന്നുന്നില്ല, പഠിക്കാനൊന്നും തോന്നുന്നില്ല എങ്കിൽ പോലും ഇത് അയക്കണമല്ലോ എന്ന് വിചാരിച്ച് എന്തായാലും പഠിച്ചല്ലേ അയക്കത്തുള്ളൂ. അപ്പം ഞാൻ എന്തായാലും പഠിക്കും, ഇത് അയക്കണമെന്നുള്ളതുകൊണ്ട് എന്തായാലും പഠിക്കും. അപ്പം അതിൻ്റെ കൂടെ എഴുതി അങ്ങ് എനിക്ക് അയക്കാൻ പറ്റും. അപ്പം അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം, എനിക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിയത്. അതായത് ഇപ്പം നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ഇപ്പോൾ നിർത്തി വയ്യ അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ പോലും എന്തായാലും ഇത് അയച്ചേ പറ്റൂ. അപ്പം അതുകൊണ്ട് നമ്മൾ എന്തായാലും പഠിച്ചേക്കാമെന്ന് വിചാരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ എൻ്റെ കോൺഫിഡൻസ് ഒരുപാട് മാറ്റം വന്നു. അതായത് മുമ്പൊക്കെ ഞാൻ ട്രൈ പോലും ചെയ്യാറില്ലായിരുന്നു, അതായത് എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ ഒരു തോന്നലായിരുന്നു. ഇപ്പം ഞാൻ ഒരുപാട് എക്സലൊന്നും ആയിട്ടില്ല, എന്നാലും അറ്റ്ലീസ്റ്റ് ശ്രമിക്കുകയെങ്കിലും ചെയ്യുന്നുണ്ട്. ഇപ്പം ആ സമയമാകുമ്പം കുറച്ചെങ്കിലും ഒന്ന് പഠിച്ചില്ലെങ്കിൽ